മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് എങ്ങനെ നമുക്ക് അതിൽ ജയം എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മകളായി തീർന്ന് അവൻ്റെ അവകാശത്തിലിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച അനുഭവത്തിൽ നമ്മുടെ ജീവിതമായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് പിശാചിൻ്റെ അതിന് ആയുധവർഗം നമ്മൾ ധരിക്കാനായിട്ടുണ്ട്. അതിന് ആയുധവർഗം ധരിക്കണമെങ്കിൽ ആദ്യം തന്നെ ആയുധത്തിനകത്ത് വർഗം ധരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമല്ലോ. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. 2 കൊരിന്ത്യർ 10:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ ഉള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയായിരിക്കും. പോരിൻ്റെ ആയുധങ്ങൾ ജഡീകമല്ല. വാർഫെയർ, നമ്മുടെ വെപ്പൺസ് ഒന്നും തന്നെ ഈ ലോകത്തിലുള്ള വെപ്പൺസ് അല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫേസ്യർ 6 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. അത് അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ബീയിങ്ങിനോടുള്ള യുദ്ധത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് മാനുഷികമായിട്ടുള്ള ഈ ലോകത്തിലുള്ള ആയുധങ്ങൾ പറ്റുകയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ നമ്മൾ ധരിക്കണം. ഈ ആയുധങ്ങൾ ധരിക്കണമെങ്കിൽ അതെല്ലാവർക്കും ധരിക്കാൻ പറ്റത്തില്ല. ഇടിച്ച് കളവാനുള്ള ശക്തി ഉള്ള ധരിക്കാനുള്ള ആയുധം കർത്താവിൻ്റെ മക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമുക്കറിയാം, ഈ ലോകം മുഴുവൻ നേരത്തെ വായിച്ച പിശാചിൻ്റെ അടിമത്വത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. എന്തുകൊണ്ടാണ്? എല്ലാവരെയും ഏതെങ്കിലും രീതിയിൽ അവൻ കെട്ടിയിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തെയും അവന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും രീതിയിൽ ക്ലെയിം ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പൊളിച്ചേ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ആയുധവർഗം എടുക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫിൽ മുമ്പോട്ടുള്ള ആ ക്രിസ്തീയ ജീവിതത്തിലെ പ്രയാണത്തിലെ ഓരോ പടി കർത്താവിൻ്റെ ലൈക്ക്നെസ്സിലേക്ക് നമ്മളായിത്തീരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ പോലെ ആകുക എന്ന് പണ്ട് പിശാച് ഒരു ഷോർട്ട് കട്ട് കൊടുത്താൽ ഓർക്കുന്നില്ലേ ഹവ്വായിക്ക്? ആ നടുക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം അങ്ങ് തിന്നാൽ ദൈവത്തെ പോലെ ആവും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവത്തെ പോലെ തന്നെ അതേ ലൈക്ക്നെസ്സിലാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അത് കള്ളത്തരമൊക്കെ പറഞ്ഞ് അവരെ ചതിച്ചു. എന്നാൽ ആ ലൈക്ക്നെസ്സിൽ നമ്മൾ വിട്ടുപോയതുകൊണ്ട് തിരിച്ച് അതേ ലൈക്ക്നെസ്സിലേക്ക് ആകാൻ വേണ്ടിയുള്ളൊരു പ്രയാണത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അതിനാണ് കർത്താവ് വന്നത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് അതേ രീതിയിൽ ആ മഹത്വം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്തു. ഇനിയും അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കർത്താവിനെ പോലെ ആകുന്ന ചില മൂടുപടം മാറി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരായിരിക്കാൻ അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് പിശാച് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നീ ഒരു തീരുമാനമൊക്കെ എടുത്ത് ശരിയാണ്, ഓരോന്ന് പറഞ്ഞ് സംശയം കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ 10-25 കാര്യങ്ങൾ കൊണ്ടുവന്ന് നിന്നെ വീണ്ടും തകർത്ത് പഴയതുപോലെ ആക്കിയെടുക്കാനായിട്ട് അവൻ ശ്രമിക്കും. അതിന് പകരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സർവായുധവർഗം വെച്ച് അവൻ്റെ കോട്ടകളെ ഇടിച്ചുകൊണ്ട് നമ്മൾ എല്ലാ സങ്കല്പത്തിനും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് അവനെ എല്ലാ വിചാരത്തെയും പിടിച്ചു കെട്ടി ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനാക്കി മാറ്റുന്ന ഒരനുഭവം. അവിടാണ് ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മുടെ പ്രയാണമാകുന്നത്. ഇന്ന് പലപ്പോഴും ക്രിസ്തുവിനുള്ള അനുസരണമൊന്നുമില്ല, ഇടിച്ചു കളയൊക്കെയില്ല, പരിജ്ഞാനമില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തിച്ച് സങ്കല്പിച്ച് ഇതെങ്കിലും ഇത് എവിടുന്നാ രക്ഷ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവരെയും വിളിക്കും, എല്ലാ ട്രഡീഷനും കൊണ്ടുവരും, എല്ലാ സാധനവും കൊണ്ടുവന്ന് നമ്മുടെ ജീവിതങ്ങളെ ശിഥിലമാക്കി കളയരുത് എന്ന് വേണ്ടി ഞാൻ പറയാം. അതുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല എന്ന് നമ്മൾ മറന്നുപോയി. ഇനി വീണ്ടും നമ്മൾ എഫേസ്യർ 6 വരികയാണ്. എഫേസ്യർ 6 ആദ്യത്തെ ആയുധം സർവായുധവർഗം എടുത്തുകൊള്ളുവെന്ന് പറഞ്ഞ് ആദ്യത്തെ ആയുധത്തെക്കുറിച്ച് പറയുന്നത് ബെൽറ്റ് ഓഫ് ട്രൂത്ത്.
ഇതിനകത്ത് മലയാളത്തിൽ ഇങ്ങനെയാണ്: അരയ്ക്ക് സത്യം കെട്ടി, ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ഡിസിപ്ഷൻ കൊണ്ടുവരുന്നത്, കള്ളം കൊണ്ടുവരുന്നത്, നമ്മളൊരു എപ്പിസോഡ് തന്നെ ചെയ്തു, കള്ളം, ലൈ, അത് സാത്താനാണ്. എന്നാൽ എന്താണ് സത്യം? സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ദൈവം സത്യവാനാണ്, ദൈവം സത്യം തന്നെ, ദൈവത്തിൻ്റെ വചനവും സത്യം തന്നെ. യോഹന്നാൻ 17:17 വാക്യം: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ശിഷ്യന്മാരെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് യേശുക്രിസ്തു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാവും. യുവർ വേർഡ് ഈസ് ട്രൂത്ത്. നിന്റെ വചനം സത്യമാണ്. അന്നേരം സത്യം അരയ്ക്ക് കെട്ടുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്, പിശാച് കള്ളം പറയുകയും പിശാച് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ യേശുക്രിസ്തു ഉപയോഗിച്ചത് എന്താണ്? പിശാചിനെ ഓടിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനമാണ്. പിശാചിനും ദൈവത്തിൻ്റെ വചനം അറിയാം. അവനത് ട്വിസ്റ്റ് ചെയ്ത് അത് കൂട്ടി ഒക്കെയാണ് പലപ്പോഴും പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നീ മലയുടെ മേളിൽ കയറിയിട്ട് നീ ആ ഗോപുരത്തിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് ചാട്, ദൈവം നിന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. 94 സങ്കീർത്തനം എടുത്ത് കൂട്ടി അത് പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ റിസ്ക് എടുക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല, ദൈവം കാത്തുകൊള്ളും, വീഴുന്നവരെ കാക്കും എന്ന് പറഞ്ഞെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് യേശുവിനെ മലയുടെ മേളിൽ നിന്ന് ചാടിക്കുക, അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ മേളിൽ നിന്ന് ചാടിക്കാനായിട്ട് പിശാച് പറയുന്ന കാര്യം ഓർത്തല്ലോ. വചനം സത്യമാണ്, അതുകൊണ്ട് വചനത്താലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത്. 1 തെസ്സലോനിക്കർ 5:21 സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പി. സകലവും ശോധന ചെയ്യുക, നല്ലത് മുറുകെ പിടിക്കുക. ടെസ്റ്റ് ഓൾ തിങ്സ്, പ്രൂവ് ഓൾ തിങ്സ്, അല്ലെങ്കിൽ ടെസ്റ്റ് ഓൾ തിങ്സ്. സകലവും ശോധന ചെയ്യുക. അതെങ്ങനെയാണ് ഈ സകലവും ശോധന ചെയ്യുന്നത്? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എപ്പോഴും ശരിയാവണം എന്നില്ല. കാരണം ഈ ലോകം അതനുസരിച്ച് പലതും മോൾഡ് ചെയ്ത് മാറ്റി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ദൈവവചനം സത്യമാണതുകൊണ്ട് ദൈവവചനമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അങ്ങനെയാകുമ്പോൾ സത്യം നമ്മളിൽ ഇല്ലാതെ പോകും. നമ്മൾ വീണ്ടും പിശാചിൻ്റെ കള്ളത്തരത്തിലേക്ക് പോകും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നോട്ട് കൺഫേം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോഴേ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവുമൊക്കെ പുതുക്കം പ്രാപിച്ച്, എങ്ങനെ പുതുക്കം പ്രാപിക്കണം? ദൈവഹിതം തിരിച്ചറിഞ്ഞ് പുതുക്കം പ്രാപിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്താണ്? ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത് നമ്മുടെ അരയ്ക്ക് കെട്ടുക. വേൾഡ്ലി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ സത്യം ഒരിക്കലും മാറത്തില്ല. ദൈ വേർഡ് ഈസ് ട്രൂത്ത്. നിൻ്റെ വചനം സത്യമാണ്, അതൊരിക്കലും മാറുന്നതല്ല. 2000 വർഷത്തിന് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും അത് സത്യം തന്നെയാണ്, അതിൽ നിന്ന് വ്യത്യാസമില്ല. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധേയമാണ്. 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. അവിടെയും ഇതാണ് സത്യവചനം. സത്യവചനം, ദ വേർഡ് ഓഫ് ട്രൂത്ത്, സത്യവചനം ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നീ ലജ്ജിക്കാതെ ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനാകുക എന്ന് പറയുന്നു. ഇവിടെ സത്യവചനം, ഞാൻ സത്യവചനത്തെക്കുറിച്ച് പറയാണ്. ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ആദ്യത്തെ കാര്യം അതാണ്, ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ എഫേസ്യർ 6:14 തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൽ തന്നെ ഉണ്ട്, നീതി എന്ന കവചം ധരിക്കുക. നീതി എന്ന കവചം.
ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, നീതി എന്ന കവചം. അവരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അരയിൽ ബെൽറ്റുണ്ട്, അതുപോലെ ബ്രാസ് കൊണ്ടുള്ളൊരു കവചം നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുണ്ട്. കാരണം അതിലേക്ക് വന്ന് വാളും ആരോഗ്യം ഒന്നും കൊണ്ടാൽ നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ. ഇവിടെ നീതി എന്ന കവചം എന്ന് പറയുന്നത് ശരിക്കും നീതി എന്ന് പറയുന്ന ലോകത്തിൻ്റെ നീതി അല്ല, ദൈവം ഒരു നീതി നമ്മളിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ നീതി. എന്താണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ? അതാണ് നീതീകരണം എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ. ഇറ്റ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ഗോഡ് ദാറ്റ് യു ആർ ജസ്റ്റിഫൈഡ്, യു ആർ ഫ്രീ ഫ്രം കണ്ടംനേഷൻ. നിങ്ങൾ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് ദൈവം ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡിക്ലറേഷനാണ് ഈ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നത്. അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ, കാൽവറിയിൽ മരിച്ചപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ അത് നമുക്ക് ഇമ്പ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, നമ്മുടെ പുതിയ ജീവിതം, ഈ പുതിയ ജീവിതത്തിൽ ഈ ഇമ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ നീതി ഉള്ളപ്പോൾ, ആ നീതിയാണ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ നീതി നമ്മളെ സൂക്ഷിക്കുന്നു. പിശാച് ഓരോ പ്രാവശ്യവും തോൽവി ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മളെ ആ നീതീകരണത്താൽ നമ്മളെ സുരക്ഷിതരാക്കുന്നു എന്ന് മനസ്സിലാക്കുക. കർത്താവ് എപ്പോഴാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോഴും ഈ പിശാച് കർത്താവിൻ്റെ ഒരിക്കൽ ചെല്ലുകയാണ്. നിൻ്റെ മകൻ എന്ന് പറയുന്ന ആൾ പാപം ചെയ്തു എന്ന് പറയുമ്പോഴേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വലതുഭാഗത്തിരുന്നിട്ട് ചെയ്ത ആ പാപത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവരിയിൽ മരിച്ചത് എന്ന് യേശു പറയുമ്പോഴേ പിശാചിന് അവിടെ നിൽക്കാനായിട്ട് പറ്റുകയില്ല. അതാണ് ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ് നമുക്ക് വേണം. രക്ഷയുടെ നിർണയം പ്രാപിച്ച എല്ലാവർക്കും ആ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ കവചമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ. സോ രണ്ടാമത്തെ പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ പോയിൻ്റ്, ദ ഷൂസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. അത് 15-ാം വാക്യത്തിലാണ്, എഫെസ്യർ 6:15, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. ഇതെന്തിനാണ് ഈ സുവിശേഷം അറിയിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ ഒരു കമാൻഡാണ്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ആളുകളെല്ലാം തന്നെ നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3-1 ദൂതന്മാരെ പോലും അവൻ തെറ്റിച്ചുകൊണ്ട് പോയി. ഇനി ബാക്കിയുള്ളവരെല്ലാം തന്നെ അവൻ്റെ പ്രവർത്തനത്തിൽ നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഈ നരകത്തിലേക്ക് പോകാതെ കർത്താവിൻ്റെ ആ മഹത്വരമായിട്ടുള്ള പ്രവർത്തനം, അവൻ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യം 10 പേരോട് പറയുന്ന ഒരു കാര്യം, അതാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലെ സുവിശേഷ വേലയിൽ വ്യാപൃതരാകുന്നു. ഇത് തന്നെ നേരത്തെ എപ്പിസോഡിൽ ഒരു 4-5 എപ്പിസോഡിൽ ഇത് ചെയ്തിട്ടുള്ളതാണ്. വിശ്വാസത്തിൽ വേല ചെയ്യുക എന്നുള്ള എപ്പിസോഡിൽ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എങ്ങനെയാണ് നമ്മൾ വേല ചെയ്യേണ്ടത്. അത് നമുക്കൊരു വലിയ ഈഗർനെസ് നമുക്ക് ഉണ്ടാവണം. ഈ ഈഗർനെസ്സിലാണ് നമ്മൾ മുന്നോട്ടുള്ള പ്രയാണം നടത്തേണ്ടത്. എങ്ങനെ ഈഗർനെസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സന്തോഷം മനസ്സിലാക്കിയെങ്കിൽ, ദാറ്റ് ജോയ് ഓഫ് സാൽവേഷൻ, ആ സന്തോഷം നമ്മളെ രക്ഷ പ്രാപിച്ചു. എന്തോ രക്ഷ പ്രാപിച്ചു? നിത്യ അവകാശം, നിത്യജീവൻ നമ്മളെ അവകാശമായിട്ട് ദൈവം നമുക്ക് തന്നു എന്നുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആർക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കോ എനിക്കോ ഇതൊന്നും സാരമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ there is no joy of salvation. നിങ്ങളുടെ ഹൃദയത്തിൽ ആ സന്തോഷമില്ല, രക്ഷയുടെ സന്തോഷമില്ല. രക്ഷയുടെ സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, നിങ്ങൾ ഇറങ്ങി ഓടും. എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചാൽ, യു വിൽ എക്സ്പ്ലോഡ്, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന പോലെ ആവും. കാരണം കർത്താവ് എന്നെ വിടുവിച്ചു, ഞാൻ നിത്യ നരകത്തിലൊക്കെ പോകേണ്ട എന്നെ നിത്യജീവനിലേക്ക് എന്നും കർത്താവിനോടൊപ്പം നിർത്തുന്ന ഒരു ദൈവം എനിക്ക് എന്നെ വേണ്ട എല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പ്രഘോഷിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ, ടീച്ചേഴ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളോട്, സ്റ്റുഡൻസ് ആണെങ്കിൽ ക്ലാസ്സിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരോട്, മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിലുള്ള നിങ്ങൾ പണി ചെയ്യുന്നവരോട്, ഏത് രീതിയിലായാലും
കർത്താവ് എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് നിങ്ങളും ഈ കർത്താവിൻ്റെ മക്കളായി തീരണം എന്ന് പറയാം. ഇത് പറയുമ്പോഴാണ് പിശാചിന് ഇഷ്ടപ്പെടാത്തത്. ഇത് പറയുന്നതുകൊണ്ടാണ് ഇന്ന് പീഡനം സഭയ്ക്ക് ഇപ്പോഴേ തുടങ്ങിയല്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ സമയം തൊട്ടേ ഈ പീഡനം തുടങ്ങി. അതിന് മുമ്പ് പ്രവാചകന്മാരുടെ സമയത്തും ഉണ്ടായിരുന്നു. പിശാച് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ പീഡനം കൊടുക്കാനും ആളുകളെ പീഡിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇത് അറിയരുത്, ആളുകൾ കർത്താവിനെ അറിയരുതെന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിശാചിൻ്റെ പ്രവർത്തനം. സമാധാന സുവിശേഷം അറിയിക്കുക. വിറ്റ്നസിങ് ക്രിസ്ത്യൻ ഈസ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ. ഒന്നുകൂടെ ഞാൻ പറയാം, വിറ്റ്നസിങ് ക്രിസ്ത്യൻ ഈസ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ. നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിക്ടോറിയസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ വിക്ടോറിയസ് എന്ന് ഈ ലോകത്തിലെ ജീവിതമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വിക്ടോറിയസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം, അതൊക്കെ വേറെ കാര്യം. എന്നാൽ നിങ്ങളുടെ പ്രയാണം കർത്താവിൽ, നിങ്ങളുടെ ജീവിതം സന്തോഷകരവും മുമ്പോട്ടുള്ള പ്രയാണം ഏറ്റവും ആനന്ദകരവുമായിരിക്കും. കാരണം വിറ്റ്നസിങ് ക്രിസ്ത്യൻ ഈസ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ. ഈ സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ മനോഹരമാണ് എന്ന് ബൈബിളിൽ ഒരുപാടത്ത് പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 52:7 സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതത്തിന്മേൽ എത്ര മനോഹരം. സുവാർത്ത ദൂതൻ്റെ കാൽ, നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം. റോമർ 10:15 ഇതേപോലെ പറയുന്നുണ്ട്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അപ്പോൾ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നവരെക്കുറിച്ച് അവരുടെ കാൽ എത്ര മനോഹരമാണ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ വിറ്റ്നസ് ചെയ്യുകയും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്നവരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ ചെയ്യുന്നത് അവരുടെ കാൽ എത്ര മനോഹരമാണെന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ 2 കൊരിന്ത്യർ 5:18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. അതിനകത്ത് പറയുന്ന ഇതാണ്, ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ. നിങ്ങളത് നോട്ട് ചെയ്ത് വായിക്കുക. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും വായിക്കുന്നില്ല. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതായത് യു ആർ വാല്യുബിൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. നിങ്ങളെ VIPs ആണ്, ദൈവത്തിൻ്റെ VIPs ആണ്. അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുവാനായി ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തു. അതുകൊണ്ട് സന്തോഷവും സമാധാനവും തരുന്നത് ഈ സുവിശേഷമാണ്. അതുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിച്ചത്. ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുകയാണ്. 3 കാര്യമാണ് സംസാരിച്ചത്. ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യം അരയ്ക്ക് കെട്ടുക, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി എന്ന കവചം ധരിക്കുക, 3ാമത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. ഇനിയും കുറേ കാര്യങ്ങൾ താഴോട്ടുണ്ട്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോഴേ അവിടെയൊക്കെ പിശാചിൻ്റെ ശക്തി, അല്ലെങ്കിൽ പിശാചിനെ നമ്മളോട് അറ്റാക്ക് ചെയ്യാനുള്ള ശക്തി കുറഞ്ഞു വരുന്നതായിട്ടാണ്. അവസാനം ഒന്നുമില്ലാതെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മുടെ ലൈഫിലായിത്തീരുന്നത്. അതാണ് ഒരു ഫയർ വാൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കവചം ധരിക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിനയപ്പെടുത്തി കൊടുക്കാം. ഈ കവചം, ഈ ദൈവം തന്നിരിക്കുന്ന ഈ ആർമർ, ഫുൾ ആർമർ, ഈ സർവായുധവർഗം ധരിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് വിനയപ്പെടുത്താം. കാരണം അതിലേക്ക് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ ചേഞ്ചിൽ വന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ പിശാചിൻ്റെ അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാം. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുമ്പോഴാണ് ക്രിസ്ത്യൻ ലൈഫിൽ നമ്മുടെ മൈൻഡൊക്കെ കുരുടായിരിക്കുന്നതൊക്കെ ഒന്ന് മാറുന്നത്. അതനുസരിച്ച് നമ്മുടെ ശരീരവും രൂപാന്തരപ്പെടുകയും ശരീരത്തിനും ചേഞ്ചസ് വരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ ഇതിൽ ചിന്തിച്ചതുപോലെ സത്യം, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ അരയ്ക്ക് കെട്ടിക്കൊണ്ട് കർത്താവെ ഞങ്ങളെ ഇറങ്ങി പുറപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. നിൻ്റെ നീതി കർത്താവെ ഞങ്ങൾക്ക് കവചമായിരിക്കണം. കർത്താവെ, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം
കാലിന് ചെരുപ്പാക്കണേ. ഞങ്ങളെപ്പോഴും പോകാനായിട്ട്, വിറ്റ്നസ് ചെയ്യാനായിട്ട് കർത്താവേ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറയാൻ. വി ആർ കോൾഡ് ആസ് ദ അംബാസഡേഴ്സ് ഓഫ് പീസ്. സമാധാനം, നിരപ്പുണ്ടാക്കാനായിട്ടുള്ള VIPs ആണ്, സ്ഥാനാധിപതികളാണ്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാധിപതികളാണ് ചിന്ത ഞങ്ങളെ ഈ ദിവസങ്ങൾ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലിലെ നീര് പ്രയാസങ്ങളൊക്കെ വന്ന് നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ചില ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നീര് പ്രയാസങ്ങളൊക്കെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ശക്തി ഈ ദിവസങ്ങൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറായിട്ട് റേഡിയേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്റ്റാൻഡ് ബൈ ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലുള്ളവരോ ഇത് കണ്ട് നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയ വിടുതൽ തരും. ദൈവം ആയുസ് നീട്ടിത്തരുന്ന ദൈവമാണ്. ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തെങ്കിലേ നമ്മുടെ ജീവിതത്തിലും ആയുസ് നീട്ടിത്തരാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിലേ അത് ദൈവം ചെയ്തു തരുന്നതിനെയും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഏത് ക്രിട്ടിക്കൽ കണ്ടീഷനായാലും ദൈവത്തിന് വിടുവിക്കാനായിട്ട് സാധ്യമാകും. ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വലിയൊരു റിലീസ്, വലിയൊരു വിടുതൽ യേശു വചനം അയച്ച് സൗഖ്യമാക്കുന്ന പോലെ വചനം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർമാനമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.